കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാർത്ഥികളുടെ മനസ്സിൽ ഭയം വിതയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുട്ടികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയം കളിക്കുന്നെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കോൺഗ്രസിന്റെ റാലി കാരണം കർണാടകയിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല എന്നും കേന്ദ്രമന്ത്രി. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുന, നീറ്റ് പുനഃപരീക്ഷ കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ പ്രതികരണം തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയാണ്, ഈ നീറ്റുമായി നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം കടുപ്പിക്കുന്നതിനിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ ഇപ്പോൾ മന്ത്രി രംഗത്ത് വരുന്നത്. അർജുൻ, ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം നീറ്റിനെ സംബന്ധിച്ചും അതുപോലെ പരീക്ഷാ പേപ്പർ ചോർച്ചയെ സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായി സംസാരിക്കുന്നത്. അതിനിടെയാണ് ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധവും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും എല്ലാം തന്നെ ഉയർന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശനം ഉയർത്തുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രത്യേകിച്ചും ഈ ജന്തർ മന്ദറിൽ അണിചേർന്നവർ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെ ഏത് വിദ്യാർത്ഥിയാണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഉയർത്തുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ പേരിൽ ചിലർ സംഘടിച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഭയം വിധിക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരം പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധ ചെലുത്തുന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പഠിത്തം, പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ എന്നുള്ള കാര്യമാണ് ഇപ്പോഴെന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. അതായത് ഈ CJPക്ക് വേണ്ടി ജന്തർ മന്ദറിൽ സംഘടിച്ചിട്ടുള്ള പ്രതിഷേധിക്കുന്നവരിൽ ആരും വിദ്യാർത്ഥികളില്ല എന്നുള്ള ഒരു ന്യായമാണ് അല്ലെങ്കിൽ വാദമാണ് ഇതിലൂടെ ധർമ്മേന്ദ്ര പ്രധാൻ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെതിരെ, കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർത്തുന്നുണ്ട്. അതിനെല്ലാം ഒരു മറുപടി എന്ന പോലെ രാഹുൽ ഗാന്ധിയും ഇത്തരത്തിൽ ഭയം വിതയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി വെച്ചുകൊണ്ടാകരുത് രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ റാലി കാരണം കർണാടകയിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല എന്നുള്ളൊരു വാദം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. സുഹേൽ, അർജുൻ പീതാംബരാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് ശേഷമാണ് ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു തുടങ്ങുന്നത്. ആദ്യ പ്രതികരണം തന്നെ CJPക്കെതിരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.